സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരോട്ടായിട്ട് ഞാൻ പറയാം കേട്ടോ, നിങ്ങളിത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഇത് കുടിച്ചിരിക്കണം. ശരീരത്തിലുണ്ടാകുന്ന പല അസുഖങ്ങളുടെയും തുടക്കക്കാരൻ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു അവയവമാണ്. അത് മിക്ക ആൾക്കാർക്കും അറിയാം, അത് കരളാണ്. ഇപ്പോൾ യൂറിക് ആസിഡ് ആയാലും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമായാലും പറഞ്ഞ ഫാറ്റി ലിവർ, ഇതിൻ്റെയൊക്കെ പല അസുഖങ്ങളുടെയും തുടക്കം കരൾ തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കരൾ രോഗം നമുക്ക് ഒരു കാരണവശാലും പെട്ടെന്ന് മനസ്സിലാകത്തതേയില്ല. കരളിന് രോഗം വരുന്നത് തന്നെ പല സ്റ്റേജായിട്ട് തന്നെയാണ്. ഇപ്പം എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്ന രീതിയിലാണ് നമുക്ക് കരളിൻ്റെ അസുഖങ്ങൾ വരാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ കരൾ രോഗം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മദ്യപാനികൾക്കാണ്. മദ്യപാനം കൂടുമ്പോഴാണ് കരൾ രോഗം കൂടുതലായി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അമിതമായി ഭക്ഷണം കഴിക്കുന്ന, ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് കൊഴുപ്പടിഞ്ഞിട്ട് ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും ഒരു കാരണവശാലും പെട്ടെന്ന് അറിയാൻ പറ്റാതെ പോവുകയും പല സ്റ്റേജുകൾ കഴിഞ്ഞ് അറിഞ്ഞിട്ട് ലാസ്റ്റിൽ മാറ്റി വെക്കേണ്ട, അതായത് കരൾ മാറ്റി വെക്കേണ്ട അവസ്ഥ വരികയോ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ കരൾ ക്ലിയർ ആയിരുന്നു കഴിഞ്ഞാൽ, കരളിൻ്റെ ആരോഗ്യം നന്നായിരുന്നാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ നമുക്കിന്ന് കരളിൻ്റെ ആരോഗ്യം ഏറ്റവും നല്ലതായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റുന്ന, പ്രത്യേകിച്ച് മദ്യപാനികൾക്ക്, ഇവർക്ക് ഈ പറയുന്ന ഞാൻ കാണിക്കുന്ന ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ജ്യൂസാണ്. ഈ ജ്യൂസ് ആഴ്ചയിൽ 2 തവണയെങ്കിലും കുടിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മദ്യപാനികൾക്കായാലും അല്ലാതെ കരളിന് എന്തെങ്കിലും രീതിയിൽ അസുഖമുള്ളവർക്കായാലും ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ ജ്യൂസ് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് ഒരു ഇടത്തരം ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത് വേണ്ടുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ ഇതിനകത്ത് മൂന്നാമത് ചേർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഒന്ന് റെഡിയാക്കി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നല്ല ഒരു മിക്സി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നല്ല ഇത് കണ്ടില്ലേ, ഒരു ഇഞ്ചി ഒരു ചെറിയ പീസായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, മറ്റേ ബീട്രൂട്ടിൻ്റെ കളറാണ്. അപ്പം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം വേണമെന്ന്. അത് നമ്മുടെ നാരങ്ങയാണ് കേട്ടോ. നാരങ്ങയുടെ ഒരു പകുതി മുറിയുടെ നീര് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന്, ഒരുപാടൊന്നും വേണ്ട, നമുക്കിതൊന്ന് അടിച്ചെടുക്കാനുള്ള തരത്തിലുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊന്ന് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. പേസ്റ്റ് പരുവത്തിൽ തന്നെ ഇതിനകത്ത് നല്ല നീര് മുഴുവൻ ഇറങ്ങുന്ന രീതി ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും നീര് ഊറ്റിയെടുത്ത് വന്നാൽ ഇത്രത്തോളം നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കുടിക്കണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് തേൻ ഇത് ഒഴിക്കുന്നത് നല്ലതാണ്. തേൻ ഒഴിക്കാത്തവർക്ക് അല്ലാതെ വേണമെങ്കിലും കുടിക്കാം. അപ്പം സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരോട്ടായിട്ട് ഞാൻ പറയാം കേട്ടോ, നിങ്ങളിത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഇത് കുടിച്ചിരിക്കണം. കാര്യം കരളിന് ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ജ്യൂസ്. അതുപോലെ തന്നെ കരൾ പറഞ്ഞ ഫാറ്റി ലിവർ ഉള്ളവർക്ക്, കരളിന് പ്രശ്നങ്ങളൊക്കെ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിസ്സാര കാര്യമുള്ളൂ, ബീട്രൂട്ടും ഇഞ്ചിയും നാരങ്ങയുടെ നീരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ, അതുപോലെ തന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അവരൊന്നും ഇത് കുടിക്കേണ്ട. അലർജി പ്രശ്നമുള്ള ആൾക്കാർ ഒന്നും ഇത് കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർക്കൊക്കെ കുടിക്കുന്നതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.